നഴ്സിംഗ് പ്രവേശനം വാങ്ങിത്തരാമെന്ന വാഗ്ദാനം നൽകി സ്വകാര്യ ഏജൻസികൾ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതായി പരാതി. പല വിദ്യാർത്ഥികളിൽ നിന്നും ഏജൻസികൾ വൻ തുക മുൻകൂറായി കൈപ്പറ്റുന്നുവെന്നും വിവരമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന മാർക്കുള്ളവർക്ക് മാത്രമേ പ്രവേശനം സാധ്യമാവുകയുള്ളൂവെന്ന് മാനേജ്മെന്റുകൾ പറയുന്നു. ഹോം വിസിറ്റിനായിട്ട് നമുക്ക് സ്റ്റാഫ് വരുന്നതായിരിക്കും. സാർ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫ് വന്ന് മീറ്റ് ചെയ്യുന്നതായിരിക്കും. സാർ ഡീറ്റെയിൽസ് എല്ലാം പറയാം. നമുക്കിപ്പോ BSc നേഴ്സിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം വരുന്നപ്പോൾ 9 lakh കേരളത്തിൽ വരുന്നത്. ഇപ്പൊ വിത്തൗട്ട് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6.5 വരുന്നത്. ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഹോസ്റ്റലും അടക്കം കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ 5.5 ലക്ഷം രൂപയാണ് ശരാശരി ഒരു സ്ഥാപനം ഈടാക്കുന്നത്. അവിടെയാണ് ഏജന്റ് 9 ലക്ഷം വിലയിടുന്നത്. 98% മാർക്കുള്ളവർക്ക് മാത്രമേ ഇത്തവണ BSc നഴ്സിംഗ് പ്രവേശനം സാധ്യമാകൂ എന്ന് അസോസിയേഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള പറയുന്നു. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 98% ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് മാത്രമേ അസോസിയേഷന്റെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പ്രവേശനം കിട്ടുള്ളൂ. മാനേജ്മെന്റ് സീറ്റും ഓൺലൈൻ അലോട്ട്മെന്റ് വഴിയാണ് നടത്തുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രകാരം അല്ലാതെ ഒരു സീറ്റിലും അഡ്മിഷൻ നൽകാനാവില്ലെന്നും മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിൽ നഴ്സിംഗ് സേവന രംഗത്ത് അവസരങ്ങൾ വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് പ്രവേശനത്തിനും അനുഭവപ്പെടുന്നത്. ഇത് മുതലാക്കുകയാണ് ഇടനിലക്കാരും. സർക്കാർ ഇടപെടലാണ് ഇത് നിയന്ത്രിക്കാൻ അനിവാര്യം. ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി.